ഹലോ ഗൈസ്, രാവിലെ തന്നെ എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് എൻ്റെ ഒരു അണ്ണൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അണ്ണൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോണത്. നമുക്ക് നോക്കാം എന്തിനാണെന്നുള്ളത്. അയ്യോ, കുറച്ച് നടക്കാനുണ്ട് ഗൈസ്, നമുക്ക് നടന്നു പോകണം. ഇതാ ഈ മുടുക്കിൻ്റെ അങ്ങ് അറ്റമാണ് വീട് കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇറക്കവും കയറ്റവും ഒക്കെയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം, ഈ ഇടയിൽ കാലിന് കുറച്ച് ഉറപ്പ് കുറവാണ് എനിക്ക്. അപ്പം നമുക്ക് അവിടേക്ക് പോവാം. സിമൻ്റൊക്കെ ഇട്ട് ഗൈസ്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ട് പോവാം. ഓക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയാൻ. അറിഞ്ഞുകൂടാ ഇവിടെ ഉണ്ടാന്നു. വീട്ടിലെ ഗ്രഹനാഥനായിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം ശരസുന്ദർ, പേരിൻ്റെ കൂടെ സുന്ദരൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ. എടാ എവിടെയാടാ നീ എനിക്ക് പറഞ്ഞ സർപ്രൈസ്? ഇതൊക്കെ ഇവൻ്റെ കൃഷിയാണ് കേട്ടോ, റോസ. എല്ലാ ടൈപ്പ് റോസ ഇവിടെ ഉണ്ട്. എല്ലാ ടൈപ്പ് റോസ ഉണ്ടെന്ന് പറഞ്ഞു. നോക്കി വന്ന ഐറ്റം എന്താ ഇരിക്കണം. തുടക്ക് ഇതവൻ തരാന്നും പറഞ്ഞ തന്നെ വിളിച്ചു കൈസ്. എന്നിട്ട് പനപ്പാട്ടി മെകളില് തൂത്തോണ്ടിരിക്കുന്നു. കണ്ട, അവൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഒരു പാടം തന്നെയുണ്ട്. ഇത്രയും നാളാകുമ്പോൾ അവൻ്റെ വായിക്കത്തൊന്നും ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അത് കണ്ട, 1-2 ചെടി ഉണ്ടോ അവൻ്റെ? 2 അല്ല 3 തുടക്കിൻ്റെ പാടം. മത്തരം കൈസ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം ഇത് തന്നെ. ഒരു രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു 9 മണി വരെ, അല്ലെങ്കിൽ ഈവനിങ് ഒരു 3:30 തൊട്ട് ഒരു 6:30 വരെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. പിന്നെ എന്താ പറയാ, നമുക്ക് ബാഡ് ഹാബിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് തന്നെ കൂടുതലും സ്വയമേ പുകഴ്ത്തുന്നു. ബാഡ് ഞാൻ ഇപ്പൊ മാറ്റി വെച്ചിരിക്കാം. എന്ത് വെയിൽ പിടിച്ചിട്ടില്ല. അല്ല, വെയിൽ കൊള്ളക്കണ്ട. അതന്നെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പൊ വാങ്ങിയത് അത്. ഞാൻ പിന്നെ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഡെയിലി വെള്ളം ഒഴുകി വളം ഇടുന്നുണ്ട്. ചുമ്മാ ഈ വീട്ടിലെ കഞ്ഞിക്കാലത്തിൽ കൈയിട്ട് തിന്നണ ഇവനാണെന്നാണ് മാമി പറയാറ്. ഞാൻ അരി ആഹാരം കഴിക്കത്തില്ല. ഉണ്ടാ കഴിക്കൂല. പിന്നെ നിങ്ങളൊരു അടുത്ത മാസം വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ 2ാമത്തെ വീഡിയോ. അപ്പം മിക്കവാറും എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും. പാർട്ട് 2 വരുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഇതിപ്പോ ഫംഗസ് ഒക്കെ ആയിട്ട് മൊത്തം പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. വീണ്ടും വളം കൊടുത്ത് സെറ്റായി വരുന്നത്. ഇതെല്ലാം ഈ ഇരിക്കുന്ന എല്ലാം റയർ കളക്ഷൻ. ഇതെല്ലാം ക്ലൈംബറാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുലച്ച് കിട്ടും. ആ ഒരു ടൈപ്പാണ്. പിന്നെ എന്റെ സ്മെല്ല് നോക്കിയായിരുന്നു. മണപ്പിക്കണ്ടെന്ന് വെച്ചാ ചെടി നിക്കുന്നല്ലേ, അതിന് നോക്കണ്ട. പിന്നെ ഈ മണം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ തേനീച്ച കിടന്ന് പറഞ്ഞ സ്ഥിതിക്ക് മണപ്പിക്കാം. നമുക്ക് ഈ പൂവൊന്ന് മണപ്പിച്ചിട്ട് വരാം. നല്ല മണം പറഞ്ഞു. പിന്നെ ഒരു പ്ലമ്മിന്റെ മണം വേണമെന്നുണ്ടെങ്കിൽ പ്ലമ്മിന്റെ മണം മണപ്പിക്കട്ടെ. ശരി എന്നാ കേട്ടോ. റോസയ്ക്ക് പൊതുവൊരു മണമുണ്ട്. ആ മണമൊന്നും എനിക്ക് കിട്ടുന്നില്ല. അത് നിന്റെ ഉള്ളില് പ്രണയം ഇല്ലാത്തോണ്ടോ ചെറുത്തെ? എന്തിന് പ്രണയിക്കണം? മാമി പറഞ്ഞ് ഗായ്സ്, ഇവന് പെണ്ണ് ആലോചിക്കുന്നുണ്ട്. വീട്ടില് ആരെങ്കിലും നല്ല പെണ്ണുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യേണ്ടതാണ്. ഞാൻ പോയിക്കോട്ടെ. ഓ തന്നെ ഉവ്വ. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നാലും വിഷം വന്നാലും ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഇവിടെ. അപ്പൊ ഞാൻ വന്നിങ്ങനെ എന്റെ ഫേസ് ഇവിടെ നോക്കാം. ഓക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ ഓക്കെ. സങ്കടമാണെന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെ ഫൈനസ് പാടമൊക്കെ ഉണ്ട്. നമുക്ക് ആത്മഹത്യക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതൊക്കെ ഇത് ആലോചിച്ചോണ്ടിരിക്കാം. ട്രോളമുള്ള വകയായി. കാണാത്തോണ്ട് എന്നെ തിരക്കി വരുന്ന എന്റെ ഭർത്താവും മോനും. എവിടെ പോണോ എന്തോ. എവിടെ പോണേ? കറങ്ങാനാ?
കണ്ടോ ദുഷ്ട. ഹലോ. ആ അവൻ്റെത് കുമ്മനടിച്ച് വാങ്ങിച്ചത്. ആ ഇതെങ്ങനെ പിടിക്കുന്നത്? അതാ സ്റ്റമ്പ് കട്ട് ചെയ്ത് നടണം. ഓ ഇതുണ്ടല്ലേ. ഓ ഇതൊന്നും ആവാത്ത ഇതാണല്ലോ, വരുന്നില്ല. ചേട്ടാ അത് തന്നെ പൊട്ടിക്കണേ. എങ്ങനെ ചേട്ടാ അല്ലാതെ പൊട്ടിക്കാതെ പോ അവിടുന്ന്. ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.